സുമിത്. एक छोटा सा वादा इस उम्र से ज्यादा सच्चा है सनम, हर मोड़ पर साथ इसलिए रहते हैं अब दोनों, दोस्ती दो पल की जिंदगी दो पल की इंतजार. നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിനെ സ്നേഹിക്കുന്ന മുഴുവൻ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക്. നമ്മൾ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും പിന്നെ മഴക്കാലത്ത് മഴയില്ലാതെ പിന്നെ വെയിലുണ്ടാവും. എന്തായാലും ഒരു ചാറ്റൽ മഴ നല്ലതാണ്. ഇനി എന്തായാലും ഇന്നത്തെ എപ്പിസോഡും ഞങ്ങൾ ആരംഭിക്കുന്നു. മൊബൈൽ കിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ച് വരുന്ന സെൻറ്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഞങ്ങളിവിടെ എത്താനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയ സുഹൃത്ത് പ്രതീഷിൻ്റെ ഒരു സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തിയതും എപ്പിസോഡ് ചിത്രീകരിക്കുന്നതും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ചാനലിൻ്റെ മാർക്കറ്റിംഗ് കൂടിയാണ് പ്രതീഷിൻ്റെ ഒരു സഹകരണത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ എപ്പിസോഡ് അല്ലെങ്കിൽ ഈ സെൻറ്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സൊക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ എപ്പിഡോസ് ഇവിടെ ആരംഭിക്കുന്നു. മൊബൈൽ കിസിൻ്റെ 4 പേര് ഇങ്ങനെ ചുണക്കുട്ടന്മാർ, സുന്ദരന്മാർ, അവരങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് സമയം ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. കുറേ നേരത്തെ ഇങ്ങനെ പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട് ആൾക്കാരാണ്. നമസ്കാരം, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖം. ശരി. എല്ലാ കാര്യങ്ങളും വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയോടുകൂടി അങ്ങ് തള്ളിക്കളയുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? കുഴപ്പമില്ല, എല്ലാവരും ബാലൻസ് ചെയ്തു പുഞ്ചിരിയും ഗൗരവമായിട്ട് അങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നു. ഗൗരവമുള്ളത് കൊണ്ട് ഒരുപാട് നല്ല സുഹൃത്തുക്കളൊക്കെ ഒഴിവായി പോയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഫ്രണ്ട്സാണ്. ഓക്കെ. മുന്നേ പഠിച്ചവരൊക്കെ ആയിട്ട് ഇപ്പോഴും ബന്ധങ്ങളൊക്കെ ഉണ്ട്? ഇപ്പോഴും ഉണ്ട്. ചാറ്റിങ് ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ. പേരെന്താണ്? അഭിഷായ്. ആഹാ, എവിടെ സ്ഥലം അഭിഷേയുടെ? ഇരട്ടി. അഭിഷേക് അങ്ങനെയൊക്കെയാണല്ലോ പൊതുവെ കേൾക്കുന്നത്. ഇത് അഭിഷായി ആണ്, ഇരട്ടി. നമസ്കാരം. പേരെന്താ? എൻ്റെ പേര് അക്ഷയ്. എവിടെയാ സ്ഥലം? എൻ്റെ പേര് മെലച്ചോ. നമസ്കാരം. പേര് പറ. റനീദ്. അതെ. എവിടെയാ സ്ഥലം? ഓക്കെ. ജിഷ്ണു എവിടെയാ? ഇരട്ടി. ഓക്കെ. എങ്ങനെയാണ് പഠനമൊക്കെ? പറഞ്ഞോളൂ, എങ്ങനെയുണ്ട് പഠനമൊക്കെ? അതൊക്കെ നന്നായിട്ട് പോകുന്നു. ഈ മെലച്ചുവല്ലേ പറഞ്ഞേ? ഞാൻ ഇവിടെ 1 കിലോ. ഓക്കെ. മെലച്ചുവക്കാരനോട് ചോദിക്കാം കേട്ടോ. മെലച്ചുവയിൽ നിന്നും ഇവിടെ ശിവപുരത്ത് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം? എല്ലാ എൻട്രൻസിന് കൊടുത്ത് ഇവിടെ കിട്ടി. അങ്ങനെയാണ്. ഫസ്റ്റ് ബാച്ചാണ്. ഇങ്ങനെയുള്ള ഒരു നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു മുള്ളിൻ്റെ മുകളിലാണ് നിൽപ്പ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട വിജയം നിങ്ങളെ ആശ്രയിച്ചിരിക്കും അല്ലേ? നല്ലൊരു വിജയം ഉണ്ടെങ്കിലേ മറ്റുള്ള കുട്ടികൾ തീർച്ചയായും ഈ ക്യാമ്പസിനെ തേടി വരത്തുള്ളൂ അല്ലേ? അപ്പോൾ ശരിക്കും നന്നായിട്ട് പഠിക്കണം. ഇവിടെ എങ്ങനെ രാവിലെ എത്ര മണിക്ക് ക്ലാസ് തുടങ്ങും? രാവിലെ ഇപ്പോൾ 8:35, പിന്നെ വൈകിട്ട് 3:40. ശരി. ശിവപുരംകാരനോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങ്? വളരെ വലുതായിരുന്നു. ഉമ്മൻചാണ്ടി സാറായിരുന്നു ഉദ്ഘാടനം. പിന്നെ ശ്രീമതി ടീച്ചർ ഉണ്ടായിരുന്നു. പിന്നെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പലരും ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ശിവപുരം എന്ന് പറയുന്ന ഈ സ്ഥലത്തിലെ ദേശവാസികളുടെ നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ ഒരു ചടങ്ങിനുണ്ടായിരുന്നു. ജനങ്ങളുടെ നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു. കലാമേഖലയായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടോ? 4 പേരിലാരെങ്കിലും തുടങ്ങിയിട്ടുള്ളൂ? ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ ഇപ്പം ഇവിടെ വന്നതിന് ശേഷം അല്ലെ മുന്നേ ഉണ്ടോ? ഇല്ല, ഇവരൊക്കെ ഇവിടെ പരിചയപ്പെട്ടാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ? പുതിയ മുഖങ്ങളാണ് അല്ലേ? ഇനിയിപ്പോൾ ഇത് പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെയും പുതിയ മുഖങ്ങളാണ്. പക്ഷേ ഈ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും എപ്പോഴും നിലനിൽക്കും അല്ലേ? നിലനിർത്തണം. പെട്ടെന്ന് പ്രോഗ്രാമിലേക്ക് കിടക്കാം. ആരോടെ ചോദ്യം ചോദിക്കണേ? ഒരു മത്സരാർത്ഥി. ഇതെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ട് പ്രശ്നമായല്ലോ അല്ലേ? നല്ല പണിയാണ് ഇവിടെ കൊടുത്തിരിക്കണേ. ഓക്കെ. ജിഷ്ണു ആണ് ഇതിലെ നമ്മുടെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ മത്സരാർത്ഥി. ജിഷ്ണു റെഡിയല്ലേ? റെഡി. നമ്മുടെ ഈ ഗംഗാ നദി അല്ലേ? ഈ ഗംഗാ നദിയെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്ഥലത്ത് അറിയപ്പെടുന്നത് ഏത് പേരിലാണെന്നറിയാവോ? ചോദ്യം മനസ്സിലായോ? ബംഗ്ലാദേശിൽ ഗംഗാ നദിയെ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ചിലപ്പോൾ
താങ്കളുടെ പേര് ജിഷ്ണു. ശിവപുരത്ത് എത്തുമ്പോൾ വേറെ എന്തെങ്കിലും പേരുണ്ടാവും അല്ലേ? ചിലപ്പോൾ കണ്ണൂർ എത്തുമ്പോൾ കുറച്ച് കൂട്ടുകാർ വേറെ എന്തെങ്കിലും പേര് പറയും. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ഗംഗാ നദിയെ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരെന്ത്? എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നു? അവിടെ പഠിച്ചിട്ടുണ്ട് കേട്ടോ, അറിയാം, കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത് ഏത് പേരില്ല? അറിയത്തില്ല. അറിയില്ല. അറിയില്ല. ഒരു പുതിയ അറിവാണെന്ന് വിചാരിച്ചാൽ മതി, അറിയില്ല എന്നുള്ളതല്ല ഈ ഉത്തരം. ബംഗ്ലാദേശിൽ ഗംഗാ നദിയെ അറിയപ്പെടുന്ന പേരെന്തെന്നുള്ളതാണ് ചോദ്യം. എറണാകുളത്തേക്ക് കയറി കഴിഞ്ഞാൽ വൈറ്റ് വഴി അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പത്മ 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 എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പത്മ എന്നുള്ളതാണ് ബംഗ്ലാദേശിൽ ഗംഗാ നദിയെ അറിയപ്പെടുന്നത്. വിഷമമൊന്നുമില്ലല്ലോ, ഒരു വിഷമവുമില്ല, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ പറ്റി, അതാണ് ഏറ്റവും വലിയ സന്തോഷം. 4 പേർക്കും ചെറിയ പരിചയപ്പെടാൻ പറ്റുക, അതിന്റെ ആൻസർ അറിയാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പം നിങ്ങൾക്ക് 4 പേർക്കും ചെറിയ പ്രോത്സാഹന സമ്മാനമുണ്ട് കേട്ടോ. വിഷമമൊന്നുമില്ല. കണ്ണൂരിൽ വരണ സമയത്ത് സമയമൊന്നുമില്ല, അങ്ങനെ ഇന്ന സമയത്ത് വരണമെന്നൊന്നുമില്ല, പക്ഷേ കട അടക്കുന്നതിന് മുന്നേ വരണം. ഓക്കെ, കണ്ണൂരിൽ വന്നിട്ട് ബാഗ് ആൻഡ് ബാഗിൽ കാർഡായിട്ട് ചെല്ലാം. അവിടുന്ന് സാധനം പർച്ചേസ് ചെയ്യാനുള്ള ഡയമണ്ട് കാർഡാണ്. ഓക്കെ, ഫ്രീ ഉള്ള സമയത്ത് കണ്ണൂരേക്ക് വരാം. ഞായറാഴ്ച ദിവസം അവിടെ തുറക്കത്തില്ല, അല്ലാത്ത ദിവസം കണ്ണൂരൊക്കെ വരുന്ന സമയത്ത് വെറുതെ ഒന്ന് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കാർഡായിട്ടൊന്ന് അവിടെ പോകാം. നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല എങ്കിൽ ഏതും കൂട്ടുകാർക്ക് കൊടുക്കാം. ഓക്കെ, പരിചയപ്പെട്ട സന്തോഷം. ഇവിടുത്തെ ടീം റെഡിയാണ്. നമസ്കാരം, പേരെന്താ? അഭിരാജ്. അഭിരാജ്, എവിടെയാണ് സ്ഥലം? ശ്രീകണ്ഠപുരം. ശ്രീകണ്ഠപുരം മലയോര മേഖല, വളരെ മനോഹരമായിട്ടുള്ള ഇതുപോലെ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതെ അതെ. ശരി, ഇത്തിരി ഓടാനുണ്ട് എന്ന് തോന്നുന്നു ഇവിടുന്ന്. പോകാനുണ്ട്. 2 ബസ് അല്ല സ്ട്രേറ്റ് ബസ് ഉണ്ടോ? എങ്ങനെയാണത്? കോളേജ് ബസ്സിന് ചാലോട് വരെ പോകും, അവിടുന്ന് ബസ്സിന്. അവിടുന്ന് ശ്രീകണ്ഠപുരത്തേക്ക്. അപ്പം വീട്ടിലെത്തുമ്പോൾ ഏതാണ്ടൊക്കെ ഒരു ടൈം ആവും. 6:30. ഇവിടുന്ന് 4:30 വരെ ക്ലാസ്. 4 മണി. 4 മണി വരെ. വീട്ടിലെത്തുമ്പോൾ ഒരു 6:30 മണിയൊക്കെ ആവും. പിന്നെ ഒന്ന് ഫ്രഷായി പഠനത്തിനിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 7:30. പഠനം അവസാനിക്കുന്ന സമയം എന്ന് പറയുന്നത് 10:30. ഉറക്കം എന്ന് പറയുന്നത് ഉറക്കം എന്ന് പറഞ്ഞാൽ 10:45. അതിന്റെ ഇടയ്ക്ക് ചാറ്റിംഗ് ഒക്കെ വരുന്നുണ്ടോ? ചാറ്റിംഗ് ഒക്കെ ഉണ്ട്. സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അല്ലേ? അതും വേണമല്ലോ, വേണം. അതും ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ശരി, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനമ്മ. നമസ്കാരം, പേരെന്താണ്? വൈഷ്ണവ്. ഒരു നിഷ്കളങ്കനാണ് ഇത്, വൈഷ്ണവ്. അതായത് ആർക്കും ഒരു ദേഷ്യമില്ലാത്ത, എന്താ പറയുക, പെട്ടെന്നൊന്നും ദേഷ്യപ്പെടാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് വൈഷ്ണവ്. കുറ്റിത്തടയൊക്കെ വരണുണ്ട്. എവിടെയാ സ്ഥലം? എവിടെയാ വൈഷ്ണവിൻ്റെ? കുടിക്കുമോട്ടോ. നമ്മുടെ അങ്ങ് ആ ഭാഗത്തേക്കാണ്. ശരി ശരി. എങ്ങനെയുണ്ട് പഠനമൊക്കെ? എങ്ങനെ പോകണം വൈഷ്ണവേ? സൂപ്പറായിട്ട് പോകണം. ശരി, വരാം. നമസ്കാരം, പേരെന്താണ്? അമൽരാജ്. ചന്ദനൊക്കെ തൊട്ടിട്ട് അല്ലേ? ശരി, എവിടെയാ സ്ഥലം? എവിടെയാണ്? ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. ശരി, ശിവപുരം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? കുറേ മലകളുണ്ട്. പിന്നെ എങ്ങനെയാണ്, ഏത് മേഖലയിലാണ് ശിവപുരം? ശിവപുരം എന്ന് പറയുമ്പോൾ മാലൂര്, അങ്ങനെ അവിടെ, പിന്നെ പുരളിമല, അങ്ങനെ പേരിട്ട സ്ഥലം. നമ്മുടെ മുത്തപ്പൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട സ്ഥലം. പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഇവിടെ തന്നെ കുറേ അമ്പലങ്ങൾ, കാര്യങ്ങൾ, അങ്ങനെ. ഇവിടുത്തെ പ്രധാനപ്പെട്ട അമ്പലം ഏതാ? പ്രധാനപ്പെട്ട ഇവിടെ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട് ശിവപുരം തന്നെ. നമസ്കാരം, പേരെന്താണ്? ഷിബിൻ. ഷിബിൻ. ഷിബിൻ, എവിടെയാ സ്ഥലം? ഷിബിൻ്റെ മുഴക്കുന്ന. ശരി, ആരോടാ ചോദ്യം ചോദിക്കണ്ടേ? ഒരു മത്സരാർത്ഥി അഭിരാജ്. അഭിരാജ് മത്സരിക്കുന്നു. അഭിരാജിനോടുള്ള ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ടിലെ ചോദ്യം. അഭിരാജ് റെഡി? ഓക്കെ. ഇഷ്ടപ്പെട്ട നടൻ? മോഹൻലാൽ. പൃഥ്വിരാജ്. മോഹൻലാൽ. ചോദ്യം, ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയ ഒരു ചിത്രമാണ് പൊന്തന്മാട എന്ന് പറയുന്ന ചിത്രം. മമ്മൂക്കയുടെ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല, പക്ഷെ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ സംവിധായകൻ ആരാ? പൊന്തന്മാട എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ആര് എന്നുള്ളതാണ് ചോദ്യം. ചിത്രത്തിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയേ, ഇനി താങ്കളാ പറയണ്ടേ. പൊന്തന്മാട എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ആര്? ക്ലൂ എന്തെങ്കിലും? TV കാണാറില്ലേ? പൊന്തന്മാട എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ആര്? അറിയാം. TV രാജപ്പരോ? TV രാജപ്പരോ? അല്ല, ഏതാണ്ടൊക്കെ എത്തിയിട്ടോ. പൊന്തന്മാട എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആര്? നിങ്ങൾ TV കാണുന്നതാണെങ്കിൽ തീർച്ചയായും ഉത്തരം പറയാം. പെട്ടെന്ന് കഴിഞ്ഞു ക്ലാസ്. അറിയില്ല അല്ലേ? TV ചന്ദ്രൻ. അങ്ങനെ ഒരാളുണ്ടോ സംവിധാന മേഖലയിൽ? ഓക്കെ,
പൊന്തന്മാട എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. ടി വി കാണുന്നവരാണ്. TV ചന്ദ്രൻ എന്നുള്ളത് കറക്റ്റ് ആൻസർ. ഫസ്റ്റ് റൗണ്ടിലെ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ, ഫസ്റ്റ് റൗണ്ടിലെ സമ്മാനം. മത്സരാർത്ഥി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൂടെയുള്ള ഈ അറ്റത്തുള്ള കൂട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത് TV ചന്ദ്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാഗ് ആൻഡ് ബാഗ്, ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂം ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന ഒരു സമ്മാനം താങ്കൾക്ക്. പേരെന്തായിരുന്നു? ഷിബിൻ. ഇനി ഷിബിനാണ് മത്സരിക്കാൻ പോകുന്നത്. TV ചന്ദ്രൻ തന്നൊരു പണിയെ. അങ്ങനെ പോവുകയാണ് രണ്ടാമത്തെ റൗണ്ടിൽ. ചോദ്യ കുടുക്ക. ഇതിൽ നിന്നും ചോദ്യം ഷിബിൻ തിരഞ്ഞെടുക്കുന്നു. ഷിബിൻ ഒരു ചോദ്യം എടുത്തോളൂ. നോക്കരുത്, നോക്കാണ്ടെടുക്കുക. നോക്കല്ലേ, ശരി. ആ ചോദ്യമാണ് ഷിബിനോട് ഞങ്ങൾ ചോദിക്കുന്നത്. ഷിബിൻ തിരഞ്ഞെടുത്ത ചോദ്യം ഷിബിനോട്. കേരള സംഗീത നാടക അക്കാദമിയുടെ സ്വാതി സംഗീത പുരസ്കാരം 2013 ലഭിച്ചത് ആർക്ക് എന്നുള്ളതാണ് ചോദ്യം. കേരള സംഗീത നാടക അക്കാദമിയുടെ സ്വാതി സംഗീത പുരസ്കാരം 2013 ലഭിച്ചത് ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് കണ്ണൂരുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. ആര്? മറ്റൊരു ദേശത്താണെങ്കിൽ പോലും അദ്ദേഹം കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലവുമായി അല്ലെങ്കിൽ കണ്ണൂരിലൊരു ക്ഷേത്രവുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി. ഉത്തരം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഉറക്കെ പറയണം കേട്ടോ. ദക്ഷിണമൂർത്തി വി ദക്ഷിണമൂർത്തി സ്വാമിക്കാണ് 2013 സ്വാതി അവാർഡ് ലഭിച്ചിരിക്കുന്നത്. എന്ത് പറയുന്നു? ആള് പറഞ്ഞിരിക്കുന്നത് ദക്ഷിണമൂർത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുഴപ്പമില്ല, എന്തായാലും പരിചയപ്പെടാൻ പറ്റിയത് വളരെ സന്തോഷം. ദക്ഷിണമൂർത്തി, വി ദക്ഷിണമൂർത്തി എന്നുള്ളത് കറക്റ്റ് ആൻസർ. രണ്ടാമത്തെ റൗണ്ടിലെ സമ്മാനം. ബാഗുകൾക്ക് മാത്രമായിട്ടുള്ള ഷോറൂം ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന ഒരു സമ്മാനം. നമുക്കൊക്കെ ഇത്രയും ഭയങ്കര വിവരമായിട്ടല്ലേ, നമ്മളിങ്ങനെ മാറിയിക്കേണ്ട ആളൊന്നുമല്ല, മുന്നോട്ട് കയറി വരേണ്ട ആളാ. എല്ലാം ഗസ് ചെയ്യുന്നതൊക്കെ ശരിയാവുന്നു. അങ്ങനെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, മൂന്നാമത്തെ റൗണ്ടിൽ പോയിട്ട് ഞാൻ ചോദ്യം കൊടുക്കുക ക്ഷണിക്കും. ഓക്കെ, 2 നിയമങ്ങളുണ്ട്. ചോദ്യം കൊടുക്കയിൽ നിന്നും താങ്കൾക്ക് ചോദ്യം തിരഞ്ഞെടുക്കാം. ഇനി അല്ല എങ്കിൽ ഞങ്ങളുടെ ബുക്കിലുള്ള ചോദ്യം താങ്കളോട് ചോദിക്കാം. ഇതിൽ ഏത് വേണം എന്നുള്ളത് ഒരു ഓപ്ഷൻ. രണ്ടാമത്തത്, ഉത്തരം പറയുന്നത് ശരിയാണെങ്കിൽ മെഗാ സമ്മാനം. ഉത്തരം തെറ്റാണെങ്കിൽ ദക്ഷിണമൂർത്തി അവളുടെ സമ്മാനം ഞാൻ തിരിച്ചു വാങ്ങിക്കും. ഓക്കെ, ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിനുള്ള സമ്മാനം ഞാൻ തിരിച്ചു വാങ്ങിക്കും. ഇപ്പോൾ പിന്മാറുകയാണെങ്കിൽ ഈ 2 സമ്മാനം കൊണ്ട് പിന്മാറാം. എന്ത് ചെയ്യണം? മുന്നോട്ടേക്ക് പോകാം. ചോദ്യം കൊടുക്കാൻ വേണോ അല്ലെങ്കിൽ ബുക്കിൽ നിന്നുള്ള ചോദ്യം വേണോ? ചോദ്യം കൊടുക്കാം. കൊച്ചു കള്ളൻ. ചോദ്യം കൊടുക്കാൻ മതി, എല്ലാവർക്കും ചോദ്യം കൊടുക്കാൻ മതി കേട്ടോ. ചോദ്യം കൊടുക്കലിൽ നിന്നുള്ള താങ്കളോടുള്ള മൂന്നാമത്തെ റൗണ്ടിലെ ചോദ്യം. റെഡി? നോക്കരുത്. ചോദ്യമാണ് നമ്മുടെ മത്സരാർത്ഥിയോട് നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്. ചിലപ്പോൾ വലിയ ചോദ്യത്തിനൊക്കെ ഈസി ആയിട്ടുള്ള ഉത്തരമായിരിക്കും, പക്ഷേ ചെറിയ ചോദ്യത്തിനൊക്കെ വളരെ ടഫായിട്ടുള്ള ഉത്തരമായിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, ഈസി ആയിട്ടുള്ള ചോദ്യം. മൂന്നാമത്തെ റൗണ്ടിലെ സമ്മാനം തീർച്ചയായും വാങ്ങിക്കണം. ക്ലൂവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ചോദ്യം, മജീഷ്യന്മാർക്കുള്ള ഒരു പുരസ്കാരമുണ്ട്. അതിൻ്റെ മജീഷ്യന്മാർക്കുള്ള പുരസ്കാരത്തിലെ ഓസ്കാർ എന്ന് വിശേഷിപ്പിക്കുന്ന രാജ്യാന്തര മർലിൻ അവാർഡ് ലഭിച്ച മലയാളി ആര് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ഒരിക്കൽ കൂടി, നമ്മുടെ ഈ ഓസ്കാർ അവാർഡൊക്കെ കേൾക്കുന്നില്ലേ, എന്നാൽ മജീഷ്യന്മാർക്കുള്ള പുരസ്കാരത്തിലെ ഓസ്കാർ എന്ന് വിശേഷിപ്പിക്കുന്ന രാജ്യാന്തര മർലിൻ അവാർഡ് ലഭിച്ച മലയാളി ആര് എന്നുള്ളതാണ് ചോദ്യം. ഗോപിനാഥ് മുതുകാടിനാണോ ലഭിച്ചിരിക്കുന്നത്? മർലിൻ അവാർഡാണ്. മജീഷ്യന്മാർക്കിടയിലുള്ള ഓസ്കാർ എന്നാണ് ഈ മർലിൻ അവാർഡിനെ അറിയപ്പെടുന്നത്. ഈ അവാർഡ് ലഭിച്ച മലയാളി ആര്? ആദ്യ മലയാളി ഗോപിനാഥ് മുതുകാട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരേ ഒരു ഉത്തരം. ഞാൻ ഗെയിം സ്റ്റോപ്പ് ചെയ്യണേ. സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്കൾ എന്ത് പറയണം? അടുത്ത സുഹൃത്താണല്ലോ. പറഞ്ഞിരിക്കുന്നത് ഗോപിനാഥ് മുതുകാട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മർലിൻ അവാർഡ് നേടിയ ആദ്യ മലയാളി. ഇവിടെ വന്നിട്ട് മൂന്നാമത്തെ റൗണ്ടിലെ സമ്മാനം കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ അതിന് അനുവദിക്കുന്നില്ല. സമ്മാനം തിരിച്ചു വാങ്ങിക്കൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ താങ്കൾ പറഞ്ഞിരിക്കുന്ന ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന ഉത്തരം കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ റൗണ്ടിലെ മെഗാ സമ്മാനം. ഒന്ന് ചിന്തിക്കുക, ഞങ്ങൾ കൊടുക്കുന്ന സമ്മാനം എന്താണെന്നോ തിരിച്ചു വാങ്ങിക്കുന്ന സമ്മാനം എന്താണെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല, അല്ലേ? സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് നൽകുന്ന സമ്മാനമാണ്. സമ്മാനത്തിൻ്റെ വലിപ്പത്തിലല്ല അത് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. 3 റൗണ്ടിലെ സമ്മാനം അടിച്ചു വാങ്ങിയില്ലേ?
ഇതൊക്കെ എന്തല്ലേ. അതന്നെ. മൂന്നാമത്തെ റൗണ്ടിലെ സമ്മാനമാണ് ബാഗ് ആൻഡ് ബാഗ്. ബാഗുകൾക്ക് മാത്രമായുള്ള ഷോറൂം ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന ഒരു കനമുള്ള ഒരു അടിപൊളി സമ്മാനം. ഓക്കെ, അപ്പോൾ എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. എല്ലാവിധ ആശംസകളും. ബാക്കി 3 പേർക്ക് ചെറിയ പ്രോത്സാഹന സമ്മാനം ഇതാ വന്നിരിക്കുന്നു. കണ്ണൂരിലൊക്കെ വരാറില്ലേ? വരാറുണ്ട്. അപ്പോൾ കണ്ണൂരൊക്കെ വരുന്ന സമയത്ത് ഈ കാർഡായിട്ട് ബാഗ് ആൻഡ് ബാഗിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് സാധനം പർച്ചേസ് ചെയ്യാനുള്ള ഡയമണ്ട് കാർഡാണ്. അങ്ങനെ ഡേറ്റോ അങ്ങനെ സമയമില്ല. ഷോപ്പ് അടക്കണ സമയത്ത് മുന്നേ വരിക, തുറക്കണ സമയത്ത് ശേഷം വരിക. ഓക്കെ, പരിചയപ്പെട്ടതിൽ സന്തോഷം. സെൻറ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. അടുത്ത ടീം റെഡിയാണ്. ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് അല്ലേ? ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് ഭക്ഷണമൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞങ്ങളുടെ പ്രോഗ്രാമിൽ മത്സരിക്കുന്നത്. ഭക്ഷണം കഴിച്ചോ? ഇല്ല. ഞാൻ പറഞ്ഞത് വെറുതെ പോകുന്നൊരു സംശയം. പേരെന്താ? എൻ്റെ പേര് അശ്വിൻ. അശ്വിൻ. എവിടെയാ സ്ഥലം അശ്വിൻ്റെ? എൻ്റെ വീട് പടിയൂർ. പടിയൂർ എന്ന് പറഞ്ഞാൽ എവിടെയായിട്ട് വരും? ഇരിട്ടി തളിപ്പറമ്പ് റൂട്ടായിരുന്നു. ആ റൂട്ടാണ് വരുന്നത്. നല്ല റോഡാണോ ഭാഗത്തൊക്കെ? ആ, കുഴപ്പമില്ല, നല്ല റോഡ്. പ്രത്യേകിച്ച് ഇരട്ടി ഭാഗത്തേക്കുള്ള റോഡൊക്കെ നല്ല റോഡാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. നല്ല എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? ഇവിടുത്തെ നല്ല. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനമ്മ ഒരു അനിയത്തി. ദൈവഭക്തി നന്നായിട്ട് പോകുന്നുണ്ട്. കുറേശ്ശെ. നമസ്കാരം. പേര് പറ. എൻ്റെ പേര് അശ്വന്ത്. ഇതെന്താ ഈ സൈനൈഡാണോ? സയനേടൊന്നല്ല, അല്ല, ശരി. എവിടെയാ സ്ഥലം? എവിടെയാണ്? മാലൂര് എടുത്താണ്. ഇതിൻ്റെ അടുത്ത് തന്നെ. ശരി ശരി. അപ്പോൾ കോളേജ് ബസ്സിന് പോകേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നടന്നു പോകേണ്ട ദൂരമേ ഉള്ളോ? ഇപ്പം ബസ്സിന് വരുന്നുണ്ട്. ഇനി എപ്പോഴാണ് ബസ്സിന് പുറത്താക്കാന്ന് അറിയത്തില്ല. ബസ്സിന് പൈസ ചോദിക്കുമ്പോൾ പുറത്ത് വരും. അത് നല്ലതായി. പൈസ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ബസ് ഒഴിവാക്കൂട്ടോ. പേരെന്താ? വൈഷ്ണവി. എവിടെയാ സ്ഥലം? എവിടെയാണ്? ഞാൻ പെർളശ്ശേരി. അമ്പലത്തിൻ്റെ ഒക്കെ അടുത്താണോ? അവിടെ ഉത്സവത്തിന് കൂട്ടുകാരൊക്കെ വരാറുണ്ടോ? മുന്നേ പഠിച്ചവരൊക്കെ വരാറുണ്ടോ? ക്ഷണിക്കാറുണ്ടോ? ക്ഷണിക്കാറില്ല, അവർ വരാറുണ്ട്. പേരെന്താണ്? എവിടെയാ സ്ഥലം? എവിടെയാണ്? പൊതുവേ ചില ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അങ്ങനെ ഭയങ്കര ആർഭാടത്തോടു കൂടി പോകാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണോ താങ്കൾ? നല്ല ആർഭാടത്തോടു കൂടി പോകണം എന്നാണോ പറയുന്നത്? ഇവിടെ എങ്ങനെയാണ്? ഇഷ്ടമാണ്. ചിലപ്പോൾ കാണാറില്ലേ, എന്താ പറയുക, ഒരുപാട് ആടയാഭരണങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചില ഫംഗ്ഷനൊക്കെ വരുന്ന ചില പെൺകുട്ടികളൊക്കെ പൊതുവെ കാണാറുണ്ട്. അതുകൊണ്ട് ചോദിച്ചാണ്. അങ്ങനെ മതിയോ അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് അങ്ങനെ പോകാനാണ്? ഇവിടെ പഠനം തുടങ്ങിയതിന് ശേഷം ഏതെങ്കിലും സുഹൃത്തുക്കളുടെ ബർത്ത്ഡേ കഴിഞ്ഞോ? ഇവിടെ ബർത്ത്ഡേ കഴിഞ്ഞു, 2 ടീച്ചേഴ്സിൻ്റെ കഴിഞ്ഞു. എങ്ങനെയായിരുന്നു ആഘോഷങ്ങളൊക്കെ? ആഘോഷം കേക്ക് മുറിച്ച് മിഠായി കൊടുത്ത് സ്വീറ്റ്സ്. ഇത് നിങ്ങൾ ഫസ്റ്റ് ബാച്ച് അല്ലേ? അപ്പോൾ എന്താ പറയുക, ഒരു പ്രാമുഖ്യം എന്നുള്ള സംഭവം ഉണ്ടാവും. കാരണം ഈ കോളേജിനെ അല്ലെങ്കിൽ ഈ ക്യാമ്പസിനെ കുറച്ചുകൂടി നന്നായിട്ട് അറിയാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ? നാളെ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ പഠിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, ഇന്നതൊക്കെയാണ് ഇവിടുത്തെ നിയമങ്ങൾ, ഇങ്ങനെയൊക്കെ മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. പഠനം എങ്ങനെ ഇരിക്കണു? കുഴപ്പമില്ലെന്നേ ഉള്ളൂ. അടിപൊളിയായിട്ടില്ല. ആരോടാ ചോദ്യം ചോദിക്കണ്ടേ? ആളോട് തന്നെ ചോദിക്കാം. ഇതൊന്നും കടിച്ച് കഴിയല്ലേ? ശരി, അശ്വന്ത് റെഡി. ഫസ്റ്റ് റൗണ്ടിലെ അശ്വന്തിനോടുള്ള ചോദ്യം. നമ്മുടെ ഈ പൊതുവെ പറയാറുണ്ട്, ഈ മഴ സമയത്ത് ഈ തറവാട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നല്ല ചൂട് കാപ്പി അല്ലേ, ചൂടുള്ളതൊക്കെ കഴിക്കാൻ വേണ്ടി വളരെ നല്ലൊരു രസമായിരിക്കും അല്ലേ? ചക്ക പുഴുങ്ങിയത്, ഇങ്ങനെ നിലക്കടല, നമുക്ക് പൊതുവെ കേട്ടിട്ടില്ലേ? ഉണ്ട്. തറവാടാണോ? ചോദ്യം, നിലക്കടല എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്നറിയാവോ? അത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് ചാരു കസേലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം നിലക്കടല. അത് കഴിക്കാനേ അറിയത്തുള്ളൂ അല്ലേ? അത് എവിടുന്ന് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ക്ലൂ എന്നാണോ ഉത്തരം? തമിഴ്നാടാണ് നിലക്കടല ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം അല്ലേ? ഗുജറാത്ത്. നിലക്കടല ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്ത്. കറക്റ്റ് ആൻസർ. ഫസ്റ്റ് റൗണ്ടിലെ സമ്മാനം ഗുജറാത്ത് എന്നുള്ളത് കറക്റ്റ് ആൻസർ. ബാഗ് ആൻഡ് ബാഗ്, ബാഗുകൾക്ക് മാത്രമായുള്ള ഷോറൂം ബാഗ് ആൻഡ് ബാഗ് നൽകുന്ന ഒരു സമ്മാനം. രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോവാം. രണ്ടാമത്തെ റൗണ്ടിൽ ക്ഷണിക്കട്ടെ, ചോദ്യം കൊടുക്കേ. ചിരിച്ചോട്ട് പറയടാ. ഓക്കെ, രണ്ടാമത്തെ റൗണ്ടിൽ ചോദ്യം കൊടുക്കാം. ഇതിൽ നിന്നും ചോദ്യം തിരഞ്ഞെടുത്തു, നോക്കരുതേ. മുന്നൊക്കെ എടുത്തോളൂ, നോക്കരുത്. മുന്നൊക്കെ കോപ്പി അടിക്കാറുണ്ടോ? സത്യം പറഞ്ഞു, 10ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത്? 10ാം ക്ലാസ്സിൽ കോപ്പി അടിച്ചില്ല. +1 +2 കോപ്പി കുറച്ച് അടിച്ചു. കോപ്പി അടിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. കോപ്പി അടിച്ചിട്ടൊന്നും അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ. അയ്യോ, കോപ്പി അടി എന്താന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ശരി, പോകുന്നു. രണ്ടാമത്തെ റൗണ്ടിലെ താങ്കളോടുള്ള ചോദ്യമാണ് കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കാം. ഗാന്ധിജിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ആരാധന നടന്ന ഒരു സ്ഥലമുണ്ട്. അതേ സ്ഥലം, ഒരു ക്ഷേത്രം. അതായത് ഗാന്ധിജിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ആരാധന നടന്ന സ്ഥലം ഏത് സ്ഥലത്താണ്
ഗാന്ധിജിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ട് ആരാധന നടന്നത് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ തമിഴ്നാട് ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചില സിനിമ നടന്മാരുടെയൊക്കെ അല്ലേ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്. ശരി, അതിനേക്കാളും വലുത് തന്നെയാണ് ഇത്. ഇതേതാണ് സ്ഥലം എന്നുള്ളതാണ് ചോദ്യം. ഗാന്ധിജിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ട് ആരാധന നടന്ന സ്ഥലം ഏത് സ്ഥലമാണെന്ന് പറഞ്ഞാൽ മതി. ഏത് സ്ഥലത്താണ്? കർണാടക. സ്റ്റോപ്പ്. അറിയോ? ഗാന്ധിജിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ട് ആരാധന നടന്ന സ്ഥലം. ഇത് സംസ്ഥാനം സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ അടുത്താണ്, മംഗലാപുരം. ഗാന്ധിജിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ട് ആരാധന നടന്ന സ്ഥലം എന്ന് പറയുന്നത് മംഗലാപുരത്താണ്. എന്തെങ്കിലും എപ്പോഴെങ്കിലും ഇനി വരും ഈ ചോദ്യം, വീണ്ടും പ്രതീക്ഷിക്കാം എവിടെയെങ്കിലും വെച്ചിട്ട്. ഓക്കെ, ബാക്കി 3 പേർക്ക് ചെറിയ പ്രോത്സാഹന സമ്മാനമാണ്. കണ്ണൂരിൽ വരുന്ന സമയത്ത് ഈ കാർഡായിട്ട് ബാഗിൽ ചെന്ന് കഴിഞ്ഞാൽ സാധനം പർച്ചേസ് ചെയ്യാം കേട്ടോ. അവിടുന്ന് തരുന്ന സമ്മാനം എന്താ പറയുക, എന്ത് ഗിഫ്റ്റാണോ ഒന്നും ഞങ്ങൾക്കറിയില്ല. അവിടുന്ന് സാധനം പർച്ചേസ് ചെയ്യാം. ഓക്കെ, പരിചയപ്പെട്ട ഒരു സന്തോഷം. ഗാന്ധിജിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ട് ആരാധന നടന്ന സ്ഥലം എന്ന് പറയുന്നത് കർണാടകം എന്ന് പറയുന്ന സ്റ്റേറ്റിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്ഥലം എന്ന് പറയുന്നത് മംഗലാപുരത്താണ് കേട്ടോ. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് സമ്മാനം കൊടുക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും മൊബൈൽ കിസിൻ്റെ ഈ ഒരു എപ്പിസോഡ് നല്ല നല്ല ചോദ്യങ്ങളും നല്ല നല്ല മുഖങ്ങളുമായിട്ടുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. പതിവ് പോലെ ഒരുപാട് ചോദ്യങ്ങളായിട്ട് ഇനിയും മൊബൈൽ കിസ് പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിൽ എത്തുന്നതാണ്. പല ചോദ്യങ്ങളും കേട്ടോ. ചിലപ്പോഴെങ്കിലും ഞങ്ങളിൽ ഭാഗത്തുനിന്നും പൂർണ്ണമായിട്ടുള്ള ശരിയാണ് നമ്മൾ പറയുന്നില്ല. ചിലപ്പോഴെങ്കിലും ചെറിയ